ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ എസ്തെറ്റിക്. അപ്പം വ്ളോഗിലൊരു എസ്തെറ്റിക് ലുക്കൊക്കെ കൊണ്ടുവരണം, അല്ലെങ്കിൽ എസ്തെറ്റിക് വ്ളോഗൊക്കെ എടുക്കാമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാട്ടോ ഇങ്ങനെ ഒരു പനി കിട്ടിയത്, പനി വന്നത്. അപ്പോൾ ഫസ്റ്റ് ഹസ്ബൻഡിന് വന്ന്, പിന്നെ മോൻക്ക് വന്ന്. ഞാൻ പനി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആവി പിടിച്ച് ചൂടുവെള്ളം കുടിച്ച് ഒക്കെ ചെയ്തിട്ടോ. അപ്പോൾ ഇവർക്ക് രണ്ടാർക്കും പനിയുള്ള സമയത്ത് എനിക്ക് പനി ഇല്ലാത്തത് വലിയൊരു ഭാഗ്യമാട്ടോ. അപ്പോഴാണ് എന്തൊക്കെ ചെയ്തിട്ടും പിന്നെ ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വരലൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് എനിക്കും വന്നത്. അതൊക്കെ പോട്ടെ, മറ്റേ കലാമണി ഒരു സിനിമയിലുണ്ടല്ലോ, എന്താ പറയുക, കെട്ടും പാണ്ടാക്കിയിട്ട് സതി എടുത്തോന്ന് വെച്ചിട്ട് വരണം, അതേപോലെ പീരിയഡും കൂടെ വന്നത്. രണ്ടും കൂടി നല്ല കോമ്പിനേഷൻ കേട്ടോ, നല്ല ബുദ്ധിമുട്ടി. അപ്പോൾ പണ്ടൊക്കെ ഞാനില്ലേ പനി വരാനിങ്ങനെ കൊതിക്കലാട്ടോ. കാരണം ഞങ്ങൾ 3 മക്കൾ, വലിയ ഏജ് ഡിഫറൻസ് ഇല്ല, ഒരു വയസ്സ് 1.5 വയസ്സ് അങ്ങനെയൊക്കെ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ കെയറിങ്ങിനെക്കാട്ടും കൂടുതൽ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് വീട്ടിൽ പരിഹരിക്കാനാണ് ഇവർക്ക് നേരം. അപ്പോൾ പനി വരാണെങ്കിൽ നമ്മൾക്ക് ബാക്കി 2 പേരെക്കാട്ടി നമുക്ക് കുറച്ചും കൂടി ഒരു കെയറിങ് കിട്ടും. അതുകൊണ്ട് തന്നെ എനിക്ക് പനി വരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെറുതെ ഈ കട്ടുമ്പോൾ ഇങ്ങനെ കിടന്നാൽ മതിയല്ലോ വിചാരിച്ചിട്ട് ഭയങ്കര നമ്മൾ കെയറിങ്ങിന് ഒക്കെ. അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല, എല്ലാ അസുഖങ്ങളും ഫസ്റ്റ് ഞാനാണ് കൊണ്ടുവരാം. മുണ്ടി വീക്കം, ടൈഫോയിഡ്, എൻ്റെ ഓർമ്മയിൽ ഞാനാണ് അതൊക്കെ കൊണ്ടുവന്നത്. നല്ല പനിയുള്ള സമയത്ത് കട്ടുമ്മൽ കിടന്നിങ്ങനെ ഇരുന്നൊക്കെ തിന്നലായിരുന്നു ഞാൻ, ഇങ്ങനെ വാരിത്തരലൊക്കെ. പക്ഷെ ഇപ്പം നമ്മളൊരു ഉമ്മായ സമയത്ത് നമുക്ക് എവിടുന്ന ഒരു മെൻ്റൽ സ്ട്രെങ്ത്തും ബാക്കിയുള്ള കിട്ടണമെന്ന് അറിയില്ല. നമുക്ക് നമ്മളെ ഫാമിലീനെ നോക്കാനുള്ള ഒരു പവർ എവിടെ നിന്നൊക്കെ വരും. നമ്മളറിയാതെ തന്നെ നമ്മളും ഒരു പോരാളിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു സത്യം ആണ്. പിന്നെ എന്താ, ഈ ആവി പിടിക്കുന്ന മെഷീൻ എനിക്ക് നല്ല യൂസായിരുന്നു. ഫാദിക്ക് വാങ്ങിയതായിരുന്നു. പക്ഷേ നല്ല കഫം നിറഞ്ഞ് നിൽക്കുമ്പോൾ ഈ ആവി പിടിക്കുമ്പോൾ നമുക്ക് നല്ല സുഖമാണല്ലോ. അല്ലെങ്കിൽ നമ്മളെ മറ്റേ പുട്ടും കുറ്റിയിൽ ആവി പിടിക്കാനും ആവി പിടിക്കുമ്പോൾ ഒരു പ്രത്യേകതയാണ്. ഇത് പിന്നെ ഞായറാഴ്ച ഞാൻ രാവിലെ എടുത്ത വീഡിയോ കേട്ടോ. നെസ്റ്റോൽ എനിക്ക് ഒരു പൊതിച്ചോറ് ഉണ്ടാക്കണം എന്നൊരാഗ്രഹം കുറച്ചായിട്ടുണ്ട്. ഇപ്പം നെസ്റ്റോലാണെങ്കിൽ ഞാൻ വാഴൻ്റെ ഇല കണ്ടും ചെയ്ത്, അപ്പം അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളൊന്ന് ചായ പിടിച്ചിട്ട് ഇറങ്ങാൻ വിചാരിച്ചതാണ്. അപ്പോഴാണ് പിന്നെ അവിടെ നിന്ന് പഴംപൊരി എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ബീഫുണ്ട്, അതും കോമ്പിനേഷൻ നല്ലതാണ്. എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ പഴംപൊരിയും ബീഫും കോമ്പിനേഷൻ. എനിക്കെന്താണെന്നറിയില്ല, എനിക്ക് പൊറാട്ടയും ബീഫിൻ്റെയും ആ ഒരു തട്ട് താന്ന് തന്നെ ഇരിക്കും. എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയില്ല കേട്ടോ. എനിക്ക് പൊറാട്ടയും ബീഫാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഞാൻ നെസ്റ്റോന്ന് വാങ്ങാൻ പെട്ടെന്ന് വാങ്ങിന ടൈം ഇപ്പോൾ 12, അങ്ങനെ ഒരു ടൈം കണക്ക് ഞാൻ വെച്ചിന്. ഒരു മണിക്കൂർ കൊണ്ട് വീട്ടിൽ എത്തണ്, ഫുഡ് ആക്കണ സമയം ഒക്കെ ഞാൻ സെറ്റാക്കി വെച്ചതാണ്. പക്ഷെ മേലെ കയറി ഒരു മുടിയിലിടുന്ന ഒരു സംഭവം വാങ്ങിക്കാൻ വേണ്ടി മേലെ കയറിയതാണ്. ആ കയറിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അത് നോക്കി ഇത് നോക്കി ഒക്കെ നോക്കി അങ്ങനെ ടൈം പോയി. പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ എന്താ പറയുക, തിരക്കിട്ടിട്ട് പിന്നെ പണികളൊക്കെ തീർത്തത്. ഉച്ചക്കത്തെ ഫുഡൊക്കെ ഉണ്ടാക്കിയത് തിരക്കിട്ടിട്ടാണ്. കാരണം കുറേ ക്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങൾ ഞാൻ കണ്ട്. അപ്പോൾ എനിക്കത് വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ നല്ല ലേറ്റായി ആ ഒരു ദിവസം. ഇങ്ങനത്തെ ഒക്കെ സെക്ഷനിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ പോരാൻ തോന്നുമല്ലോ കേട്ടോ. എനിക്ക് ഈ പച്ചക്കറി വാങ്ങിക്കാനതും അതൊന്നും വാങ്ങിക്കുന്നതൊക്കെ ഇഷ്ടമല്ല. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ കാല് കടിയണതും ടൈം പോകണതൊന്നും ഞാൻ അറിയില്ല കേട്ടോ. ഈ എന്താ പറയുക, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറേ കീച്ചെയിൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഏത് സെലക്ട് ചെയ്യണ്ടെന്ന് കൺഫ്യൂഷനായി. ചെറിയ കുട്ടികൾക്കൊക്കെ ബാഗിലൊക്കെ തൂക്കി കൊടുക്കാൻ പറ്റുമല്ലോ. പിന്നെ അതേപോലെ തന്നെ ഹെയറിലിടണത് നമ്മൾ മറ്റേ കൊറിയൻ ഡ്രാമയിലൊക്കെ ഉണ്ടല്ലോ, മറ്റേ ഓരോ പരമ്പരാഗതമായിട്ടുള്ള മറ്റേ ഹെയർ പിൻ അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ആൾക്കാർ യൂസ് ചെയ്യും, എനിക്കറിയില്ല. ചിലപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഇടണുണ്ടാവും, അതായിരിക്കുമല്ലോ. പിന്നെ കുറേ കമ്മലുണ്ട്, കുറേ മാലകൾ, കുറേ വലിയ മാലകൾ. നമുക്കിങ്ങനെ പ്ലെയിൻ ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു മാല ഇടുമ്പോൾ നമുക്ക് കുറച്ചൊരു ലുക്ക് തോന്നല്ലോ, അതിനൊക്കെ പറ്റും പ്ലെയിൻ ഡ്രസ്സിലേക്കൊക്കെ. പിന്നെ ഇങ്ങനത്തെ കുഞ്ഞു മുത്തുമാലകൾ, ഇങ്ങനത്തെ അല്ലാത്ത വേറൊരു ടൈപ്പ് പണ്ട് ആരോ ഗൾഫിൽ നിന്ന് വരുമ്പോൾ എനിക്ക് കൊണ്ടുവന്നു കേട്ടോ. ഇങ്ങനത്തേതല്ല, പക്ഷേ വേറൊരു മോഡൽ. ആ മുത്തുമാല ഇപ്പോഴും ട്രെൻഡ് തന്നെയാണ്. പിന്നെ ഇങ്ങനത്തെ കുറേ മാലകളുണ്ട്. ഇത് പെട്ടെന്ന് കളറ് പോകുമോ എന്താണെന്നും അറിയില്ല, പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ വലിയ മാലകൾ, ഇങ്ങനത്തെ മാലകളൊക്കെ കുട്ടിയൊക്കെ നല്ല രസമുണ്ടാകും. ഈ മറ്റേ ബ്ലൂ കളർ ഉണ്ടല്ലോ, നമുക്ക് എന്താ പറയുക, പ്ലെയിൻ ഡ്രസ്സിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലെയിൻ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നല്ല രസം ഉണ്ടാവും ഇത് കേട്ടോ. ഇതൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്.
ഇങ്ങനത്തതൊക്കെ. ഞാൻ ഇങ്ങനത്തൊക്കെ പണ്ടൊക്കെ നമ്മൾ ഇട്ടെന്നല്ലാതെ ഇപ്പോൾ ഒരു ഗോൾഡിൻ്റെ മാല ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങനെയൊന്നും ഇടാൻ നോക്കില്ല. പിന്നെ ഇത് ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് മുന്നേ ഭയങ്കര ട്രെൻഡ് ചെയ്യുന്നല്ലോ, എന്താ കാശ്മീരി ബാംഗിൾസ് അങ്ങനെ എന്തോ ചെയ്യുന്നത്, അങ്ങനെ അത് ഭയങ്കര ട്രെൻഡ് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ വളകളുണ്ട്. പിന്നെ ഈ വളകളൊക്കെ ഒന്നിനൊന്നും വെച്ചിട്ടോ. ഈ റെഡ് കളറൊക്കെ നോക്കിയാൽ നല്ല രസമുണ്ടല്ലോ, നമുക്ക് മറ്റേ കല്യാണത്തിനൊക്കെ ഇട്ടായിരുന്നു. പിന്നെ അതിങ്ങനെ വെറുതെ കിടക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കുറേ വളകളൊന്നും വാങ്ങലില്ല കേട്ടോ. പിന്നെ അതാ വീട്ടിലെത്തി വാഴൻ്റെലൊക്കെ ഒന്ന് വാട്ടി, പിന്നെ അതിൽ 4 ഇല വാങ്ങി, എക്സ്ട്രാ ഒരു ഇല വാങ്ങിച്ചിട്ടോ. അതുകൊണ്ട് നന്നായി. ഒരു ഇല കീറിയ ഇല ആട്ടോ കിട്ടിയത്. അതിൻ്റെ ഇടയിൽ വെള്ളം പോയിട്ട് പിന്നെ അങ്ങനെയും കുറച്ച് നേരം വൈകി. മൊത്തത്തിൽ സത്യം പറയാൻ നല്ല ലേറ്റായിരുന്നു ഫുഡൊക്കെ ആയി വരുമ്പോൾ. പിന്നെ എന്താ പറയുക, ഈ ഒരു പൊതിച്ചോറ് കഴിക്കുമ്പോൾ എനിക്ക് എന്താ ഓർമ്മ എന്താണെന്ന് പറയുക, പണ്ട് എൻ്റെ ഇപ്പൻ്റെ വീട് എറണാകുളം ആലുവയിലാണ്, ഇമ്മൻ്റെ കോഴിക്കോടാണ്. അപ്പോൾ എല്ലാ കൊല്ലം വെക്കേഷനിൽ ഞങ്ങളിങ്ങനെ പോകട്ടോ. എന്നിട്ട് തിരിച്ച് ഞങ്ങൾ കോഴിക്കോടേക്ക് വരുന്ന സമയത്ത് അമ്മായി പൊതിച്ചോറല്ല പൊതിയാക്കിയിട്ട് ചോറിങ്ങനെ തരും കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റാട്ടോ. പിന്നെ അതിലൊരു മാങ്ങാച്ചാറ് വെക്കും, അത് ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ഷൊർണൂർ ആ ഒരു സ്ഥലത്തൊക്കെ എത്തുമ്പോഴായിരിക്കും ആ പൊതിയൊക്കെ തുറന്ന് അത്രയും നേരം അങ്ങനെ അടഞ്ഞിരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. നല്ല സങ്കടത്തോടും സന്തോഷത്തോടും ആയിരിക്കും തിന്നാം. പിന്നെ ഇതൊരു വേറൊരു